യോഗ്യതയുള്ളവർ റോഡിലും സ്വാധീനമുള്ളവർ കസേരയിലും ഇരിക്കുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ലജ്ജിപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിതമല്ല. ഭാവിയിലെ അധ്യാപകരാണ് ഞങ്ങൾ. കോഴിക്കോട് ജില്ലയിൽ 16 സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യാൻ വന്ന് നിൽക്കുന്നു പ്രതീക്ഷിക്കാതെ എത്തിയവരാണ്. വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. പോലും ഇപ്പോൾ ജോലി കൊടുക്കാൻ നമ്മുടെ ഗവൺമെന്റിന് കഴിയില്ല. യുവാക്കൾ വിദേശത്തോട്ട് പോകുന്നു നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതായത് PSC വഴി പഠിച്ചെഴുതിയ ജോലി 1ാം റാങ്കും 2ാം റാങ്കും വാങ്ങിച്ചവർ പോലും ഈ റോഡുകളിൽ ഇത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് യുവതലമുറ PSC അല്ലെങ്കിൽ കേരള സർക്കാരെ വിശ്വസിക്കുമെന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. നാളത്തെ ഭാവിയെ വാർത്തെടുക്കേണ്ട അധ്യാപകരാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് ഈ കറുത്ത റോഡിൽ, ഈ കറുത്ത റോഡിൽ ഇത്തരത്തിലുള്ള ശൈന പ്രശ്നം ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. നമ്മളിത് 6ാം ദിവസമാണ്. 6 ദിവസമായി നമ്മൾ കാണുന്നതാണ് ഇവർ ഇത്തരത്തിൽ ഓരോ സമരമുറകളുമായി നമ്മുടെ മുന്നിലെത്തിയത്. അധികാരിയുടെ ശ്രദ്ധകൾ ഇത്രയും ദിവസമായിട്ടും ഇവർ തിരിഞ്ഞു പോലും നോക്കില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ശൈന പ്രശ്നത്തിൽ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ചേച്ചി, ഇന്ന് 6ാം ദിവസമാണ്. നമ്മൾ തമ്മിൽ തന്നെ കണ്ടത് എന്തെങ്കിലും ഒരു നടപടികളുടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരമായി നിങ്ങൾ കഠിനമായ സമരമുറകളുമായി? ഞങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ്, പക്ഷെ അതായത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു സമയത്ത് ഇത് നടപ്പിലാവില്ല എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളോട് പറയുന്നത്. പക്ഷെ നമ്മളിതില് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടെന്ന് സർക്കാർ മനസ്സിലാക്കണം. നമ്മളൊരു PSC പരീക്ഷ ചെയ്തത് കൊണ്ട് മാത്രം ആയില്ല, നമുക്ക് ജോലി കിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇതിന്റെ പറയും. അപ്പൊ ഈ വർഷങ്ങൾ കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ നമ്മളെ കൂടെ പരിഗണിക്കേണ്ടത് സർക്കാർ തന്നെയല്ലേ. അപ്പോ സർക്കാരിന്റെ കണ്ണ് തുറക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് കഠിനമായിട്ടുള്ള സമരങ്ങൾ നമ്മളിവിടെ നടത്തുന്നത്. ഭാവിയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ട ഒരു അധ്യാപകരുടെ കണ്ണുനീരാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ നമ്മൾ കാണുന്നത്. എന്തായാലും മറ്റൊരാളും കൂടെ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിച്ചൊരു ജോലിക്ക് തന്നെയാണ് നിങ്ങൾ ഈ റോഡിൽ എന്താണ് പറയാനുള്ളത്? ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഇങ്ങനെ ഒരു നിയമനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഈ തെരുവിൽ കിടക്കേണ്ടി വരുമ്പോ അത് ഏറ്റവും വലിയൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന തലമുറയ്ക്ക് PSC എന്നുള്ള ഒരു സിസ്റ്റത്തോട് തന്നെ ഒരു മതിപ്പില്ലാതെ ആവാൻ കാരണമാവും. 1ാം റാങ്കുകാരന് പോലും ഒരു ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ദുരവസ്ഥ വേറെ ഇല്ലല്ലോ. അപ്പോ അധികാരികൾ കണ്ണു തുറക്കുന്നു, ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിത്തരുന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ 6ാം ദിവസം സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്. നല്ല ശുഭ പ്രതീക്ഷയോടെ മുന്നോട്ട് തന്നെ പോകാനാണ് തീരുമാനം. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. അവർ എന്നിട്ട് കത്തുനീട്ട് ആളുകൾ കിടന്ന് സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. വിദ്യാഭ്യാസ മേഖല എങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ PSCയിൽ വിശ്വസിക്കുന്ന യുവ തലമുറയെ എന്താണ് ഈ സർക്കാർ ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ളൊരു കാരണം? ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ അധ്യാപകരും ഓരോരുത്തരും മികച്ച റാങ്ക് നേടിയിട്ട് ഞങ്ങൾ റാങ്ക് ലിസ്റ്റിൽ, അതായത് ഇപ്പോൾ എക്സാമിന് വേണ്ടി ഉറക്കം വിളിച്ച് പഠിച്ചു, അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അത് നല്ല റാങ്ക് നേടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള ആൾക്കാർ പോലും ഇന്നിവിടെ ജോലി ഇല്ലാതെ ഞങ്ങളിവിടെ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര വിഷമമുള്ള കാര്യമാണ്. ഞങ്ങൾ ഒരുപാട്, അതായത് ഞങ്ങളിപ്പോൾ എന്താണ്, ഭാവിയിലെ അധ്യാപകരാണ് ഞങ്ങൾ. കുരുന്നുകൾക്ക് അക്ഷരം പകരാന്നുള്ള അത്രയും ആഗ്രഹത്തോടു കൂടി പഠിച്ചു നേടിയ, നല്ല റാങ്കിൽ പഠിച്ചു നേടിയവരാണ്. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളോട് പറയുന്നത് ഇനിയും നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇനിയും വർഷങ്ങളുണ്ടല്ലോ, കാലാവധി കഴിയാൻ വർഷങ്ങളുണ്ടല്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു നിയമനം പോലും നടക്കാതെ ഞങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ ഒരു അനിശ്ചിതത്വത്തിൽ കിടക്കുന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ കൂടുതൽ ഞങ്ങൾ എങ്ങനെയാണ് അടുത്തൊരു എക്സാമിന് പഠിക്കേണ്ടത്? അത്രയും മികച്ച റാങ്ക് നേടിയിട്ട് നിയമനമില്ല എന്ന് പറയുമ്പോൾ ഇനിയൊരു എക്സാം, അതേക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ദയനീയമായ അവസ്ഥയിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു രീതിയിൽ, ഒരിക്കലും ഇങ്ങനെ ഒരു രീതിയിൽ സമരം ചെയ്യണമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നു, സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യാൻ വന്ന് നിൽക്കുന്നു പ്രതീക്ഷിക്കാതെ എത്തിയവരാണ്. വളരെയധികം വിഷമം തോന്നുന്നുണ്ട്.
സർക്കാരിന്റെ സമീപനത്തിലും ദിവസമായിട്ട് ഒരു തിരിഞ്ഞുനോട്ടം ഒരു തിരിഞ്ഞുനോട്ടം പോലും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് നേരെ. അപ്പോൾ ഞങ്ങൾ രാപ്പകൽ സമരമാണ്, രാപ്പകൽ നിരാഹാര സമരമാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. എന്നിട്ട് പോലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം പോലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതും നാളെ ഭാവിയിലുള്ള കുരുന്നുകൾക്ക് അക്ഷരം പകരുന്ന അധ്യാപകരായ ഞങ്ങളോട് പോലും ഇങ്ങനെ ഒരു അനീതിയാണ് കാണിക്കുന്നത്. പിന്നെ ആരോടാണ് അവർ നീതി ആരോടാണ്? അതെ, അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ആരോടാണ് നിങ്ങൾ കാണിക്കുന്നത്? ഭാവി തലമുറ ഇത്തരത്തിലൊരു അനീതി കാണിക്കുമ്പോൾ ആരോടാണ് ഇവർ നീതിപരമായി പെരുമാറുന്നത് ചോദ്യമാണ് നമുക്ക് മുന്നോട്ട് ഉന്നയിക്കാനുള്ളത്. ഒരിക്കലും പ്രതീക്ഷിതല്ല. ഞാൻ കോഴിക്കോട് ജില്ലയിൽ 13ാം റാങ്ക് കിട്ടിയ ആളാണ്. നമ്മളൊക്കെ മുൻകാലത്തുള്ള അനുഭവം വെച്ചിട്ട് ഒരു 5-6 മാസത്തിനുള്ളിൽ നിയമനം കിട്ടുന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോൾ വരും വർഷം പോലും നിയമനം കിട്ടാൻ സാധ്യതയില്ല എന്നാണ് അധികാരികൾ നമ്മളോട് പറയുന്നത്. അത് തീർത്തും നമ്മളോട് ചെയ്യുന്ന യുവാക്കളോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. യുവാക്കൾ കേരളത്തിൽ നിൽക്കാൻ വേണ്ടി സ്വപ്നം കണ്ട് PSC പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വരും തലമുറ കേരളത്തോട് ആ കാര്യങ്ങൾക്ക് മാപ്പ് പറയേണ്ടിയിരുന്നത്. ഇപ്പോൾ 6ാമത്തെ ദിവസമാണ് ഇവിടെ സമരം ചെയ്യുന്നത്. എത്ര ദിവസമാണ് ഇനി മുന്നോട്ട് പോകാനായിട്ട്? ഞങ്ങൾക്ക് വിജയം കൈവരിക്കും വരെ നമ്മൾ ശക്തമായി തന്നെ സമരം ചെയ്യും. ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. ഞങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് പൂർണ്ണബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ നീതി നേടാൻ വേണ്ടി ഞങ്ങൾ ശക്തമായി തന്നെ വിജയം എപ്പോഴാണോ കൈവരിക്കുന്നത് അപ്പോൾ വരെ ഞങ്ങൾ എന്തായാലും ശക്തമായി തന്നെ തുടരും. ഇല്ല, ഇനി ഒരെണ്ണം എഴുതുന്നില്ല. എത്രാമത്തെ PSC പരീക്ഷയായിരുന്നു? ഞാൻ കുറെ എഴുതിയിട്ടുണ്ട്, ഒരു 10-20 എഴുതിയിട്ടുണ്ട്. എത്രാമത്തെ റാങ്ക് ആയിരുന്നു? 61. തിരുവനന്തപുരം, പത്തനംതിട്ട. 61 റാങ്ക്. അതെ അതെ. എന്താണ് ഇവ തലമുറയോട് പറയാനുള്ളത്? PSC വഴി വിശ്വസിച്ച് PSC പഠിക്കുന്ന നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഓരോ സ്ഥലത്തും PSC കോച്ചിങ് സെന്റർ ഉയർന്നു വരികയാണ്. അത്ര യുവതലമുറ PSCയിലോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അല്ല, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ 1ാം റാങ്കുകാരന് പോലും ഇപ്പോൾ ജോലി കൊടുക്കാൻ നമ്മുടെ ഗവൺമെന്റിന് കഴിയണില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഒരുപാട് പേര് ഇന്ന് 6ാമത്തെ ദിവസമാണ് ഇവിടെ സമരത്തിനിരിക്കുന്നത്. ഇനി ഒരു പരീക്ഷ എഴുതാൻ ഇപ്പോൾ നമ്മുടെ അനിയന്മാരായാലും ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല, തോന്നുന്നില്ല ഉള്ളൂ. ഇപ്പോൾ നമുക്ക് തന്നെ ഒരു എക്സാമിന് എഴുതിയിട്ട് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല, ആ ഒരു അവസ്ഥയിലാണ്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ കേരളത്തിലുള്ള യുവതലമുറ വിദേശത്തിലോട്ട് പറഞ്ഞയക്കാൻ തീർച്ചയായിട്ടും അതിനൊരു പ്രവണത തന്നെയാണ്.